ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ഹാൻസ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹാൻസെ, അപ്പോൾ ഹർജി എപ്പോഴൊക്കെ ആയിരിക്കും പരിഗണിക്കുക? സേതു, ഇന്ന് രാവിലെ എത്ര മണിക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യം അറിയാൻ കഴിയും. എത്ര മണിക്കാണ് അല്ലെങ്കിൽ എത്രാമതാണ് ഈ വാദം അല്ലെങ്കിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് കോടതി തുറന്നതിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ച എന്ന കേസിൽ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതിയായിരുന്നു ഈ സന്ദീപ് വാര്യർ, മറ്റ് പ്രതികളായിരുന്നു രാഹുൽ ഈശ്വറും അതിനോടൊപ്പം തന്നെ ഈ രഞ്ജിത പുളിക്കനും, ഈ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രഞ്ജിത പുളിക്കൻ, അതിനോടൊപ്പം തന്നെ 4മതൊരു പ്രതി ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ദീപ തോമസ് ആയിരുന്നു. പക്ഷേ അതേസമയം ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയിൽ ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും 2 തവണ കോടതി ഇത് മാറ്റിവെച്ചിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ വന്ന കാലതാമസം മൂലമായിരുന്നു ഇത്തരത്തിൽ 2 തവണ ഈ ജാമ്യാപേക്ഷ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും സന്ദീപ് വാര്യർ പറയുന്നത് താൻ നേരിട്ടോ അല്ലാതെയോ ഈ അതിജീവിതയുടെ പേരോ മറ്റു വിവരങ്ങളോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടില്ല. പണ്ട് താൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു ചിത്രം മറ്റാരോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. ശരി ഹാൻസ്, സന്ദീപിന്റെ ഈ വാദങ്ങളൊക്കെ കോടതിയിൽ എത്ര കണ്ട് നിലനിൽക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.